അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വെള്ളത്തിന് അവരുടെ നിത്യജീവിതത്തിൽ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കും. വളരെ ബുദ്ധിമുട്ടുന്ന കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യം. 300 മുതൽ 350, 400, 500 ഈ രീതിയിൽ ഫീറ്റ് താഴേക്ക് പോകുമ്പോൾ മാത്രമേ കുഴൽക്കിണർ കുഴിക്കുകയാണെങ്കിൽ പോലും വെള്ളമുള്ളൂ. ആ ഒരവസ്ഥയിൽ അവരുടെ പ്രധാന വിഷയമായ കുടിവെള്ളം, ആ കുടിവെള്ള പദ്ധതി ജമാലിയ ഗ്രൂപ്പ് ഏറ്റെടുത്തു. പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ 15 ബോർവെല്ലുകൾ ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസുകൾ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ എവിടെയൊക്കെ ഏതെല്ലാം പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തുവോ, എവിടെയെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയോ, അവിടെയെല്ലാം ആ പദ്ധതി പൂർത്തീകരിക്കുകയും വെള്ളത്തിന് വേണ്ടുന്ന സംവിധാനം ചെയ്യുകയും കുഴൽക്കിണറുകൾ കുഴിക്കുകയും കുഴൽക്കിണറുകൾ കുഴിച്ചുകൊണ്ട് അവിടെയെല്ലാം വെള്ളത്തിന് സംവിധാനം ഒരുക്കുകയും ചെയ്തു. റബ്ബിന്റെ വലിയ അനുഗ്രഹത്താൽ ആ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തുടർന്നും ആ പ്രവർത്തനങ്ങൾ ജമാലിയ ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചെയ്ത 15 കുഴൽക്കിണറുകളുടെ വ്യക്തമായ ഒരു രൂപരേഖയും അതിന്റെ ഡീറ്റെയിൽസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹായവും ഒപ്പം ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. السلام عليكم ورحمة الله وبركاته. مدرسة الهدى للبنات والبنات शंकरपुर जिला गिरिडीह झारखंड, रन बाय जमालिया ग्रुप। ये बोरवेल जो है आयशा बिन से अब्दुल्ला से जानिब से सदका जारिया के तौर पर दिया गया है, जो बच्चों को पीने में इस्तेमाल होगा और मस्जिद में वज़ू खाने के लिए इस्तेमाल होगा। इंशाअल्लाह अल्लाह रब्बुल आलमीन आयशा बिन अब्दुल्ला को सेहत में तंदुरुस्ती अता फरमाए और इनके इस ताउन को अल्लाह रब्बुल आलमीन कबूल फरमाए। आमीन सुम्मा आमीन। ഇത് മദ്രസത്തുൽ ഹുദയുടെ സ്ഥലമാണ്. ജാർഖണ്ഡിൽ ഗിരിഡി ജില്ലയിൽ ശങ്കർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസത്തുൽ ഹുദ എന്ന സ്ഥാപനത്തിന്റെ സ്ഥലമാണ്. ഇവിടെയാണ് അബ്ദുൽ അസീസ് സാഹിബിന്റെ മാതാവിന്റെ പേരിൽ ഒരു ബോർവെൽ അടിക്കുന്നത്. ഈ വസ്തുവിലാണ്, ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്ത് 450ഓളം വിദ്യാർത്ഥികൾ, മുത്തഅല്ലിമീങ്ങൾ, ഖുർആൻ പഠിക്കുന്നവർ, നമസ്കരിക്കുന്നവർ, wudu എടുക്കാനും വെള്ളം കുടിക്കാനും ഉപയോഗിക്കുന്ന രീതിയിലാണ് ഈ കിണർ ഇവിടെ എടുക്കുന്നത്. അൽഹംദുലില്ലാ, അബ്ദുൽ അസീസ് സാഹിബിനും അദ്ദേഹത്തിന്റെ മാതാവ് ആയിഷ ബിന്ത് അബ്ദുള്ളയ്ക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെയും ഈ മദ്രസയുടെയും ഒക്കെ ഡയറക്ടർ കൂടിയായ മൗലാന ഇസ്മായിൽ സാഹിബിനെ 2 വാക്ക് പറയുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. अस्सलाम वालेकुम रहमतुल्लाह। ये मदरसतुल हुदा लिलबनीन वलबनात है, शंकरपुर, गिरिडीह, झारखंड। अल्हम्दुलिल्लाह यहाँ पे 450 तलबा व तालिबात हैं, जिसके लिए मशरूबे में काम भी आएगा, पीने खाने के लिए और वजू के लिए भी। और यहाँ पे चलते चलाते लोग भी काफ़ी मुसल्लियान यहाँ नमाज के लिए वजू करेंगे और उसके लिए ये आपका डोनेशन जो बोरवेल के लिए होगा
अल्हम्दुलिल्लाह वो फी सबीलिल्लाह होगा और अल्लाह रब्बुल आलमीन आपके इस ताउन को कबूल फरमाए। आमीन सुम्मा आमीन। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുസ്ത ജുമാ മസ്ജിദിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്നത്തെ വിശേഷം അഹദ സബീൽ ഫൗണ്ടേഷൻ വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുന്ന അഹദ സബീൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ ജാർഖണ്ഡിലെ നാരായൺപൂർ സിമർബേര പുസ്ത ജുമാ മസ്ജിദ് ഇവിടെ നാളിതുവരെ ആയിട്ടും കുടിവെള്ളം ഇല്ല, അതുപോലെ ഒതു കൊടുക്കാൻ സംവിധാനമില്ല, കുട്ടികൾക്ക് ബാത്റൂമിലും മറ്റും പോകാനുള്ള സംവിധാനമില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. പരിശുദ്ധമായ റമദാൻ വരുന്നു, ദിവസങ്ങൾ മാത്രം ബാക്കി. ഇവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാരണം അൽഹംദുലില്ലാ അഹദ സബീൽ ഫൗണ്ടേഷൻ ഒരു കിണർ വാഗ്ദാനം ചെയ്തു. അൽഹംദുലില്ലാ ജാരിയായ സദഖയിൽപ്പെട്ടതാണ്. ഈ കിണറിന് സംഭാവന ചെയ്യുന്ന അഹദ സബീൽ ഫൗണ്ടേഷന്റെ ആൾക്കാർക്ക് കിട്ടുന്ന പ്രതിഫലം ജാരിയായ സദക്ക, എന്നേക്കുമുള്ള ഒരു സദക്കയാണത്. അൽഹംദുലില്ലാ അത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇതിന്റെ പാഴെന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടി വന്നു കിണർ കുഴിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം ഇന്നത്തെ ദിവസത്തോടു കൂടി തന്നെ ഇവിടെ കിണർ കുഴി പൂർണ്ണമാകും. എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് അഹദ സബീൽ ഫൗണ്ടേഷനും അതിന്റെ പ്രവർത്തകർക്കും അതിനുവേണ്ടി സംഭാവനകൾ ചെയ്യുന്നവർക്കും എല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജാർഖണ്ഡിലെ ഗിരിഡി ഡിസ്ട്രിക്റ്റിലെ ജാംജൂരിയിലാണ്. ഇവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിണറാണ് കുടിക്കുന്നത്. നമ്മുടെ കോട്ടക്കലെ 31 കിണറുകൾ സ്വന്തമായി ശേഖരിച്ച് കുഴിച്ച് വിപ്ലവം സൃഷ്ടിച്ച മൊയ്തുക്കയുടെ കെയർ ഓഫിൽ ജമാലിയ ഗ്രൂപ്പ് പെണ്ണുങ്ങൾക്ക് കുഴിച്ചു കൊടുക്കുന്ന 6ാമത്തെ കിണറാണ് ഇത്. ഈ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് എന്ന മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന അധ്യാപകനായിരുന്ന മാന്യ സഹോദരന്റെ മകളുടെ സ്ഥലത്താണ് ഈ കിണർ കുഴിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കിണറുകൾ ഇനിയും ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും ഉണ്ടാകണം. ധാരാളമായി 100 കിണറുകളാണ് നമ്മുടെ പദ്ധതി. അതിൽ 6ാമത്തതാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അദ്ദേഹം നമ്മുടെ അബ്ദുൽ അസീസ് സാഹിബ് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اليوم هناك موجود في قرية جامجوري، وهناك البير الذي هناك يستعمل في ابنتي وفي أرضها، وستكون إن شاء الله مفيدا في العلاقة وفي هذه القرية. وكان هذه البير 6 رقم 6، وكان قبل هذا 5 أبيار في هذه العلاقة، في علاقة جاركن. وهناك مشاكل في المياه، فلا بد لكم أن تستعيذوني في المياه وكي تكون السهولة للعوام والناس الذين يسكنون في هذه القرية إن شاء الله في دعواتكم. وهذه البير في غروب الجمالية، في الصعوبة الجمالية، وستكون إن شاء الله في المستقبل إن شاء الله في هذه الأبيار في القرى والمدن. وكذلك المقام الذي ليس لها معون إن شاء الله ستكون مفيدا في المستقبل. السلام عليكم.
अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। अल्हम्दुलिल्लाह अहदा सबील फाउंडेशन जमालिया ग्रुप की जानिब से ये गगनपुर, पर्वतपुर, गिरिडीह, झारखंड के अंदर जो एक बंजर इलाका है जहां पानी की सख्त ज़रूरत है, अल्हम्दुलिल्लाह जनाब नवाज रशादी साहब के थ्रू से ये बोरवेल नंबर 8 अल्हम्दुलिल्लाह आज शुरू हो चुका है। अल्लाह रब्बुल आलमीन से दुआ करता हूँ कि हमारे नवाज रशादी साहब के इस मेहनतों को कबूल फरमाए और जिस बंदे ने ये सदका जारिया के तौर पर दिया है, अल्लाह रब्बुल आलमीन उसके ताउन को कबूल फरमाए। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अहदा सबील फाउंडेशन जमालिया ग्रुप की जानिब से अल्हम्दुलिल्लाह विलेज गगनपुर, पर्वतपुर, गिरिडीह, झारखंड के अंदर अल्हम्दुलिल्लाह जनाब नवाज रशादी साहब की के थ्रू से ये डीबोरिंग अल्हम्दुलिल्लाह हो रहा है। जो 400 फीट के अंदर पानी मिला, अल्हम्दुलिल्लाह अच्छा पानी मिला। अल्लाह रब्बुल आलमीन नवाज रशादी साहब को जज़ाए खैर अता फरमाए और दुनिया व आखिरत में बेहतरीन बदला दे। और जिस बंदे ने ये डीबोरिंग यहाँ सदकाए जारिया के तौर पर दिया है, अल्लाह रब्बुल आलमीन उसके ताउन को कबूल फरमाए। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജാംനഗർ ഡിസ്ട്രിക്റ്റിൽ കൻകരിബാദിൽ ചെയിൻബോർ വില്ലേജ് കൻകരിബാദിൽ ബോർവെൽ നമ്പർ 9 രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ എന്തായാലും വെള്ളം കണ്ട് ധാരാളം വീടുകളാണ് ഇവിടെ ഉള്ളത്. ധാരാളം വീടുകൾ ഉള്ള ഏരിയയാണ്. ഈ ഒരു ധാരാളം ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ നാരായൺപൂർ ഏരിയയിലെ വളരെ വലിയൊരു പ്രൊജക്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബോർവെൽ നമ്പർ 10 ആണ് എങ്കിൽ തന്നെയും ഇവിടെ വളരെ അധികം ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഏരിയയാണ്. ഇവിടെ ഹോസ്പിറ്റല്, പള്ളി, അതുപോലെ ചന്ത, മറ്റ് പല ഏരിയകളും കൂടിച്ചേർന്ന ഒരു മേഖലയാണ് ഈ നാരായൺപൂര്. ഇവിടെ ബാത്റൂം വേണം, അതുപോലെ വലിയ ടാങ്ക് ഉൾപ്പെടെ ബോർവെൽ ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ അവർക്ക് വേണം. അത് എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ജമാലിയ ഗ്രൂപ്പ് അത് ഏറ്റെടുക്കുകയും വളരെ നല്ല മനസ്കരായ വ്യക്തികൾ അതിലേക്ക് കടന്നു വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഈ സംരംഭം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടിലാണുള്ളത്. ഇതിന്റെ പണി യഥാർത്ഥത്തിൽ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിനു വേണ്ടി സഹായിച്ച ആളിന് റബ്ബ് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടത്തെ ഒരു വ്യക്തി, ഇതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇതിന്റെ ഒരു കമ്മിറ്റിയിൽ നമ്മൾ അമീറായിട്ട് എടുത്ത व्यक्ति शकूर जी हाँ, यहाँ पे ये नारायणपुर है, जामताड़ा डिस्ट्रिक्ट है। यहाँ पे इस जगह पे पानी का बहुत कम था, पानी था ही नहीं। जमालिया ग्रुप से हम लोग को एक डीप बोरिंग मिला है। इंशाल्लाह यहाँ सक्सेस होगा पानी का, और बाथरूम भी दिया जा रहा है, इससे आम आदमी को बहुत सुविधा होगा। बगल में मार्केट भी लगता है, यहाँ हॉस्पिटल है, बगल में बहुत सारे दुकानें हैं जहाँ पे आदमी लोग सामान लेने आते हैं। यहाँ पे पानी नहीं रहने के कारण दूसरी जगह से पानी खरीद के लाना पड़ता है, और इस जगह पे बहुत इंशाल्लाह अच्छा ही होगा। നമ്മുടെ നാരായണപൂരില് നമ്മള് കുഴിക്കുന്ന മഴൽക്കിണറ്
വെള്ളം കെട്ടുമെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് പിന്നെ ജാംതറ ഡിസ്ട്രിക്റ്റിൽ നാരായൺപൂരില് ഈദ്ഗാഹ് മോള് എന്ന് പറയുന്ന സ്ഥലത്താണ് 12ാമത്തെ കുഴൽക്കിണർ അൽഹംദുലില്ലാ കുഴിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കിണർ സ്പോൺസർ ചെയ്ത് നമ്മുടെ സുഹൃത്തും നമ്മുടെ കഴിഞ്ഞ യാത്രയിൽ നമ്മളോടൊപ്പം സമീപിക്കുകയും ചെയ്ത ജാർഖണ്ഡിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മളോടൊപ്പം നമ്മുടെ സ്ഥാപനങ്ങളിലൊപ്പം സംബന്ധിച്ച വടകര മഞ്ചേരി ഷാനവാസ് സാഹിബാണ്. അൽഹംദുലില്ലാ അദ്ദേഹമാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഹൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ധാരാളം ആൾക്കാർ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പദ്ധതിക്ക് പിന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചതിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതൊരു ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇവിടുത്തെ കാരനായ ഇവിടുത്തെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ നേതാവ് റിയാസത്ത് മൗലാന രണ്ടു വാക്കി അതിനെക്കുറിച്ച് സംസാരിക്കും. अस्सलाम वालेकुम रहमतुल्लाहि व बरकातहू। ये यहाँ पर जो बोरवेल हो रहा है, यहाँ पर पानी की बहुत ज़रूरत थी। यहाँ सारे मकान हैं जहाँ पर पानी नहीं मिल रहा था इन लोगों को। अल्हम्दुलिल्लाह ये ईदगाह मोड़ है, यहाँ पर अल्हम्दुलिल्लाह पानी का इंतजाम किया जा रहा है। अल्लाह रब्बुल आलमीन से दुआ करता हूँ कि अल्लाह ताला इसको सदक़े जारिया बनाए और यहाँ के लोगों के लिए ये अल्लाह रब्बुल आलमीन यहाँ से पानी हासिल करने की तौफीक दे और दुनिया व आखिरत में कामयाबी अता फरमाए। आमीन। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അഹദ സബീൽ ഫൗണ്ടേഷൻ വളരെ മനോഹരമായ ഒരു കിണർ കൂടി ഹദിയ ചെയ്തിരിക്കുകയാണ്. പടച്ച തമ്പുരാൻ ജാരിയ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു വലിയൊരു ജുമാ മസ്ജിദാണ്. വളരെ പഴക്കമുള്ള ഒരു ജുമാ മസ്ജിദാണ്. ഇവിടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കൂടുതലും പെൺകുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ കൂടുതൽ പഠിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ അഹദ സബീൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ഒരു കുഴൽക്കിണർ ഇവിടെ നൽകുകയാണ്. അൽഹംദുലില്ലാ. അല്ലാഹു ഇത് ജാരിയായ സദഖകളെ കൂടുതൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ സീസണിലെ 15ാമത്തെ കിണറാണ്. 15ാമത്തെ കിണറാണ്. ഇവിടെ ചെറിയ വീടുകളിലായി കുഞ്ഞു കുഞ്ഞു വീടുകളിലായി ധാരാളം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. എല്ലാവർക്കും വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ്. ഇവിടെ തൊട്ട് അടുത്ത് തന്നെ പള്ളി ഉൾപ്പെടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു കിണർ അൽഹംദുലില്ലാ ഇവിടെ കുഴിക്കുകയാണ്. അൽഹംദുലില്ലാ. അല്ലാഹു ഖൈറിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് 15ാമത് കുഴിച്ച കുഴൽക്കിണറിലും അൽഹംദുലില്ലാ നല്ല വെള്ളം വന്നു തുടങ്ങി. നല്ല രീതിയിൽ വെള്ളം കണ്ടു. അൽഹംദുലില്ലാ.